ലോക കല്യാണത്തിനായി ബ്രഹ്മാവ് ആദ്യമായി യാഗം നടത്തിയ പുണ്യഭൂമിയാണ് തിരുനാവായ. മാഘമാസത്തിൽ നടന്ന ഈ യാഗത്തിൽ 33 ദേവതകളും പങ്കുകൊണ്ടു. ഗംഗാദേവി എല്ലാ പുണ്യനദികളെയും കൂട്ടി യാഗത്തിന് എത്തിച്ചേർന്നു. അങ്ങനെ നിളാനദി ഭാരതത്തിലെ എല്ലാ പുണ്യനദികളുടെയും സംഗമസ്ഥാനമായി ഭാരതപ്പുഴയായി അറിയപ്പെട്ടു. മാഘമാസത്തിലെ നിളാസ്നാനം ഏറ്റവും പവിത്രവും പുണ്യമായി തീർന്നു. മകരമാസത്തിൽ ഭാരതപ്പുഴയിൽ പുണ്യസ്നാനം നടത്തിയവർക്ക് തേജസ്സും ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടാകുന്നു. അതിലൂടെ കുടുംബത്തിനും നാട്ടിലും ഐശ്വര്യം വിളയാടുന്നു. തിരുനാവായ ക്ഷേത്രത്തിനടുത്ത് ഭാരതപ്പുഴയുടെ തീരത്താണ് ഇതിഹാസ പ്രശസ്തമായ മാമാങ്കം നടന്നിരുന്നത്. ശ്രാദ്ധപൂജകൾക്ക് പ്രസിദ്ധിയാർജിച്ചതാണ് ഇവിടുത്തെ നിളാതീരം. നവാമുകുന്ദ ക്ഷേത്രത്തിലെ ഭഗവാൻ മോക്ഷദായകനാണ് എന്ന വിശ്വാസമാണിതിൻ്റെ കാരണം. കർക്കിടകം, തുലാം, കുംഭം, ഇടവം എന്നീ 4 മാസങ്ങളിലെ അമാവാസി നാളുകളിൽ ഇവിടെ മരിച്ചവർക്കു വേണ്ടി ബലിയിടാൻ വൻ ഭക്തജനത്തിരക്ക് ഉണ്ടാകാറുണ്ട്. കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ തിരുനാവായ ദേശത്ത് ഭാരതപ്പുഴയുടെ തീരത്തുള്ള പുരാതന ക്ഷേത്രമാണ് തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രം. 5000-ഓളം വർഷം പഴക്കം വന്ന ക്ഷേത്രമാണിത്. ത്രിമൂർത്തികളിൽ ഒരാളായ മഹാവിഷ്ണുവാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ഭഗവാനോടൊപ്പം ഐശ്വര്യത്തിൻ്റെ ഭഗവതിയായ മഹാലക്ഷ്മിയും ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ലക്ഷ്മി നാരായണ സങ്കല്പത്തിലാണ് ഇവിടെയുള്ള ആരാധന. പ്രധാന ശ്രീകോവിലിൻ്റെ പുറകിൽ മൃത്യുവിജയിയായ ശിവന്റെ സങ്കല്പത്തിലുള്ള ആരാധനയുമുണ്ട്. പ്രതീകാത്മകമായി നന്ദി വിഗ്രഹം ഇവിടെ കാണാം. ഉപദേവതകളായി ഗണപതി, അയ്യപ്പൻ എന്നിവർക്കും സന്നിധിയിൽ സ്ഥാനമുണ്ട്. ഗജേന്ദ്രൻ എന്നും ഭഗവാന് താമര സമർപ്പിച്ച ലീല. ഗജേന്ദ്രൻ്റെ സങ്കല്പ ഫോട്ടോ ഇരിക്കുന്നതും നവാമുകുന്ദ ക്ഷേത്രത്തിൽ നമുക്ക് കാണാം. വൈഷ്ണവ, ശൈവ, ശാക്തേയ എല്ലാ ആളുകളും ഒത്തുചേരുന്ന നല്ല ഭക്തിയോടെ ഒരുമയോടെ കാണുന്ന മഹാ ആഘോഷമാണ് മാഘമഹോത്സവം. അത് കുംഭമേളയായി പരിണമിച്ചു. മാമാങ്കം മഹോത്സവമായി. തെക്കൻ കാശി എന്നറിയപ്പെടുന്ന 108 ദിവ്യദേശങ്ങളിൽ ഒന്നാണിത്. ആൾവാർ സമ്പ്രദായത്തിൽ വരുന്നതാണ് ദിവ്യദേശങ്ങൾ. സൂര്യൻ 12 രാശികളിലേക്ക് പ്രവേശിക്കുമ്പോൾ പലതും സംഭവിക്കും നമ്മുടെ ജ്യോതിഷപ്രകാരം. അതിൽ മകരം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദേവന്മാർ പ്രയാഗിലൊക്കെ സ്നാനം ചെയ്യും. ദേവന്മാർ കുളിച്ചു പോയ സ്ഥലത്ത് സാധുക്കളായ ആളുകൾ കുളിക്കാനിറങ്ങും. സാധുക്കൾ കുളിച്ചു പോയ സ്ഥലത്ത് പതിതരായ ബദ്ധാത്മാക്കൾ കുളിച്ചാൽ പുണ്യമായി തീരുന്നു. കുളിച്ചാൽ പാപങ്ങൾ തീരും. അന്ധകരണ ശുദ്ധി നടക്കണമെങ്കിൽ പോകുന്ന സ്ഥലത്തിൻ്റെ മാഹാത്മ്യവും കേൾക്കുക. ലവമാത്ര സാധുസംഘം കൊണ്ടു തന്നെ സർവസിദ്ധി ഉണ്ടാകും. ഇത്രയും സാധുജനങ്ങളെ ഒരുമിച്ച് കാണുക. അവരുടെ സാന്നിധ്യത്തിൽ നമുക്ക് താനെ അന്ധകരണ ശുദ്ധി സാധ്യമാകുന്നതാണ്. സപ്തനദികൾ ഒഴുകുന്ന അവരുടെ സാന്നിധ്യം. ഒരുപാട് ആളുകൾ തപസ് ചെയ്തിരുന്ന സ്ഥലം. മാർക്കണ്ഡേയനും പരശുരാമൻ ബലിയിടാനും വന്നിരുന്ന തപഭൂമി. അവിടെ സ്നാനം ചെയ്യാൻ എത്തിയവർ സുഹൃത്തുക്കൾ തന്നെ. ഐതിഹ്യ പെരുമകളാൽ സമ്പന്നമാണ് നിളാതീരത്തെ നവാമുകുന്ദ ക്ഷേത്രവും നവാമുകുന്ദ പെരുമാളും. 9 യോഗികൾ ഇവിടെ പ്രതിഷ്ഠ നടത്തിയെങ്കിലും ചിട്ടകളോടുകൂടി നവയോഗികളിലെ ഇളയവനായ ഗരഭാജൻ നിളാനദിയിലെ ജലം കൊണ്ട് അഭിഷേകവും താമരപ്പൂക്കൾ കൊണ്ട് അർച്ചനയും നടത്തി പാൽപ്പായസം നേദിച്ച് നെയ്വിളക്ക് കത്തിച്ചാണ് പ്രതിഷ്ഠാകർമ്മം നടത്തിയത്. താമരമാലയും നെയ്വിളക്കും പാൽപ്പായസവും ഇവിടെ പ്രധാന വഴിപാടുകളായി തുടരുന്നു. നവാമുകുന്ദ ക്ഷേത്രത്തിനടിയിൽ നിരവധി വിഗ്രഹങ്ങളുണ്ടെന്ന് വിശ്വാസമുള്ളതിനാൽ ഇവിടെ അധികം പ്രദക്ഷിണം വെച്ചിരുന്നില്ല.
എവിടെയൊക്കെയാണെന്നറിയാതെ. അതിനാൽ മുട്ടുകുത്തിയാണ് പ്രദക്ഷിണം വെച്ചിരുന്നതും തൊഴുതതും എന്നാണ് പറയുന്നത്. നവയോഗികൾ പ്രതിഷ്ഠ നടത്തിയതിനാലാണ് തിരുനാവായ എന്ന് പേര് വന്നത്. കേരളത്തിലെ ഏക ബ്രഹ്മക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും തവനൂരിലാണ്. ഭാരതപ്പുഴയുടെ വടക്കേ കരയിൽ നവാമുകുന്ദ ക്ഷേത്രവും തെക്കേ കരയിൽ ബ്രഹ്മദേവ ക്ഷേത്രവും അവിടെ നിന്ന് കുറച്ചു മാറി ശിവക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. ഇന്ന് ഈ 3 ക്ഷേത്രവും ലോകപ്രശസ്തമായിരിക്കുന്നു. അത് ഭഗവത് നിശ്ചയം തന്നെയാണ്. ഭഗവത് ഇച്ഛ തന്നെയാണ് ഇതിന് പിന്നിൽ. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൻ്റെ അഭിമാനവും ഭക്തർക്ക് ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഒരു ഉറവിടവുമായി ഇത് ഇന്ന് ഉയർന്നിരിക്കുന്നു. നാൽമുഖനായ ബ്രഹ്മാവ് ഇവിടെ വാഴുന്നു. സന്താനലബ്ധിക്കായി ഇവിടെ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നവർക്ക് അതിൻ്റെ ഫലം കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. വളരെ മനോഹരമായ വിഗ്രഹത്തോടു കൂടിയിട്ടാണ് ഉള്ളിൽ നമുക്ക് ബ്രഹ്മദേവനെ കാണാൻ കഴിയുക. ഭഗവാന്റെ നാഭി പത്മത്തിൽ നിന്ന് വന്നിട്ടുള്ള ബ്രഹ്മദേവൻ എല്ലാ ജീവാത്മാക്കളുടെയും സൃഷ്ടികർമ്മം നിർവഹിക്കുന്ന ബ്രഹ്മദേവൻ്റെ ഈ ക്ഷേത്രം കുറച്ച് ശോചനീയ അവസ്ഥയിലാണ് കാണാൻ കഴിയുക. എന്തായാലും ഭാവിയിൽ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതി കാണാൻ കഴിയും. ആ ഒരു പ്രതീക്ഷയിലാണ് ഭക്തന്മാർ പുറത്തു കടക്കുന്നത്. നിളയുടെ തീരങ്ങളിൽ ഭക്തിയുടെ ഹൈന്ദവ ഐക്യത്തിൻ്റെ സുവർണകാലം ആരംഭിച്ചിരിക്കുന്നു. മലയാള മണ്ണിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിലച്ചുപോയ ഈ മാഘമഹോത്സവം വീണ്ടും പഴയ പ്രതാപത്തിൽ 2026 നടന്നിരിക്കുന്നു. ഇത് സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണ്. തിരൂർ ദിനേശേട്ടൻ്റെ നേതൃത്വത്തിൽ മഹാമണ്ഡലേശ്വരൻ്റെ പ്രഭാവലയത്തിൽ കേരള കുംഭമേള എന്ന മഹോത്സവം ഇനിയും ഓരോ വർഷവും തുടർന്നും നടക്കട്ടെ. വരും തലമുറകൾക്ക് മുകുന്ദനെ ശരണം പ്രാപിക്കാനും ആ മഹത്വങ്ങൾ വാഴ്ത്താനും ഇടമായി തീരട്ടെ ഇങ്ങനെയുള്ള ഉത്സവങ്ങൾ. എല്ലാ വർഷവും എല്ലാവിധത്തിലുള്ള ഭക്തന്മാരും ഒത്തുകൂടി ഒരുമയോടെ ഭക്തി സാന്ദ്രമാക്കി തീർക്കാനും കേരളത്തിൻ്റെ ആധ്യാത്മിക മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് നടന്നിരിക്കുന്ന ഈ ഉത്സവത്തിൽ ഇനിയും എല്ലാവർക്കും എല്ലാ വർഷവും ഇവിടെ എത്തിച്ചേരുവാൻ സാധ്യമാകട്ടെ.